Kitex Flowers TV Awards. Alright, this is Kitex Flowers TV Awards, co-powered by Merry Boy Ice Cream and Bima Jewels. Gold sponsor, KLM Group. Silver sponsor, Dhatri. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി വേദിയിൽ എത്തുന്നത് രണ്ട് സൂപ്പർ ഡൂപ്പർ അമേസിംഗ് ആയ സ്ത്രീകളാണ്. എനിക്ക് ഇവരെ വളരെ ഇഷ്ടം. ഇവരുടെ ഷോസും സിനിമയൊക്കെ ഇഷ്ടം. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് എല്ലാ മലയാളികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള രണ്ട് ആളുകൾ. ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലെ ആളുകളെ പോലെ ഇഷ്ടമുള്ള രണ്ട് പേര്. ഇവർ കണ്ടു കഴിഞ്ഞാൽ പലർക്കും സംശയമുണ്ട് ഇവർ ശരിക്കും അമ്മായിയമ്മയും മരുമോളുമാണോന്ന്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് അവർ തമ്മിൽ സ്നേഹമുണ്ട്. സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹം, ഇഷ്ടമില്ലെങ്കിൽ ഭയങ്കര വെറുപ്പ്. വാട്ട് എവർ ഇറ്റ് ഈസ് ഇവർ രണ്ടൊരു സ്റ്റേജിൽ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ചെറുതായിട്ടൊന്ന് തട്ടിയും മുട്ടിയും ഒരു അമ്മായിയമ്മയും മരുമകളും വരുന്നുണ്ട്. മഴവിൽ മനോരമയിലെ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായ തട്ടിയും മുട്ടിയും അവതരിപ്പിക്കുന്ന നമ്മുടെ രണ്ട് പ്രിയ താരങ്ങൾ, നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം അമ്മ KPSC ലളിതാമ്മ ആൻഡ് നമ്മളുടെ പ്രിയങ്കരിയായ മഞ്ജു പിള്ള. Kitex Flowers TV Awards. KPSC ലളിതയും മഞ്ജു പിള്ളയും അഭിനയ വിസ്മയങ്ങൾ തീർത്ത ഹാസ്യ പരമ്പര തട്ടിയും മുട്ടിയും കുടുംബജീവിത മുഹൂർത്തങ്ങളിലെ നർമ്മം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളെ തട്ടിയും മുട്ടിയും ഉണർത്തിയ മഴവിൽ മനോരമയുടെ തട്ടിയും മുട്ടിയും ടീമിനെ മഹാവിസ്മയങ്ങൾ മഴവിൽ ശോഭ പരത്തുന്ന Kitex Flowers TV Awardsന്റെ മാരിവില്ലിൻ തേന്മലർ സന്ധ്യയിലേക്ക് സ്നേഹസ്വാഗതം. Kitex Flowers TV Awards. ഇത് മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മായിയമ്മയും മരുമകളും. ഇവരെ ഇങ്ങനെ ചിരിച്ചു കാണുന്നതിൽ രസമില്ല, പിന്നെയോ കാണേണ്ട വിധത്തിൽ കാണണം. ഈ നോബൽ സമ്മാനം മനസമാധാനത്തിന്റെ അത് കിട്ടേണ്ടതേ മലാലയ്ക്കൊന്നുമല്ല, എനിക്കാ. എന്താണെന്നറിയോ, ഈ അമ്മയുടെ കൂടെ ജീവിക്കുന്നതിന്. ഇവൾക്ക് നോബൽ സമ്മാനം മാത്രമല്ല, ഒരു വലിയ ട്രോഫിയും കൂടെ കൊടുക്കണം. എന്തിനാന്നറിയാമോ? തച്ചിലെടുത്ത ചുണ്ടനേക്കാളും വലിയൊരു നാക്ക് ഇവളുടെ വായി കിടപ്പുണ്ട്. അതിനു വേണ്ടി ഞാൻ ഇതൊക്കെ സഹിക്കുന്നതേ എന്റെ ഭർത്താവ് അമ്മയുടെ വയറ്റിൽ വന്ന് ജനിച്ചോണ്ട് മാത്രമാ. അയ്യോടി, വയറ്റിലല്ല പിന്നെ തലയിൽ ആരേലും വന്ന് ജനിക്കുവോ? എന്താ നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പറയുക, വീട്ടിൽ ഒരു കാര്യവും ചെയ്യാത്ത ഇങ്ങനത്തെ ഒരു മരുമോൾ എനിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവമേ, ഇപ്പം തന്നെ 40,000 രൂപയുടെ ഒരു ചിട്ടി പിടിച്ചു. എന്നിട്ട് ആ കാശ് എന്ത് ചെയ്തെന്ന് ചോദിച്ച് അവൾ കൊണ്ടുപോയി മൊബൈൽ വാങ്ങിച്ചിരിക്കുന്നു. ആ കാശിന് കറവിയുള്ള ഒരു പശുവിനെ വാങ്ങിച്ചിരുന്നെങ്കിൽ വീട്ടിലെ കാര്യം നടന്നതിന് കുഞ്ഞുങ്ങൾക്ക് പാലും കുടിക്കാൻ കൊടുക്കാമായിരുന്നു. ഈ 40,000 രൂപയ്ക്ക് പശുവിനെ മേടിച്ച് കിട്ടിട്ട് ഞാൻ അതിന്റെ ഇതിൽ കൂടെ കയറും, ഫേസ്ബുക്കിലും വാട്സപ്പിലും. നീ ഇപ്പൊ എന്തോ നടി കയറുന്നത്? 58 വയസ്സായില്ലേ? എനിക്ക് 58 വയസ്സൊന്നും ആയിട്ടില്ല. ഫൈലല്ലേ ഫൈൽ രണ്ടൊന്നും തന്നെ. Actually, ഞാൻ ഭയങ്കര excited. You know why? നാളെ ചേഞ്ചോട് പപ്പ ഹോങ്കോങ്ങിൽ നിന്ന് വരുന്നുണ്ട്. പപ്പ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടൂറ് പോകാൻ പോവുക. ഞങ്ങൾ ഊട്ടി പോകും, കൊടൈക്കനാൽ പോകും, ബാംഗ്ലൂർ പോകും, മൈസൂർ പോകും. അതോട് കൂടിയിട്ട് അവന്റെ മനസ്സമാധാനവും പോകും. ഷുഗർ ഉണ്ടോ? എനിക്ക് ഷുഗർ ഇല്ല, ഇവക്കുണ്ട്. എനിക്ക് ഷുഗറൊന്നുമില്ല. അയ്യോ അതല്ല, പഞ്ചസാര. ആക്ച്വലി നമ്മൾ പണ്ടൊക്കെ 100 രൂപയായിട്ട് കടയിൽ പോയാൽ എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോഴാണ് 100 രൂപ കൊണ്ട് പോയാൽ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒക്കത്തില്ല മോളെ. ഇപ്പൊ എന്താണെന്നറിയാവോ, എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുമല്ലയോ, മോട്ടിക്കുന്നത് കണ്ടുപിടിക്കും. അത് പിന്നെ ഇന്നലെ കടയിൽ പോയപ്പോ ഷുഗർ മേടിക്കാൻ മറന്നു പോയി. അപ്പൊ ഇഫ് യു ഡോണ്ട് മൈൻഡ് കുറച്ച് പഞ്ചസാര കട മേടിക്കാനായിരുന്നു ഇത്രേ ബിൽഡപ്പ്. അമ്മേ, മുഖസ്തുതി പറയുകയെന്ന് കരുതരുത്. ഈ പഞ്ചായത്തിലുള്ള എല്ലാരും പറയും അമ്മയാണ് ഈ വീടിന്റെ ഐശ്വര്യം. മതി മതി മതി, പഞ്ചസാരക്കുള്ളത്രയൊക്കെ ആയി. ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്. ഇനിയിപ്പോ നിന്റെ പുകഴ്ത്തലൊന്നും വേണ്ട. വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്. എന്തോന്ന് നിങ്ങൾ ഒറ്റ ഒരുത്തെ ഈ കുടുംബത്തിനെ എല്ലാം കുളവാക്കുന്നത്. അതെ, അതൊക്കെ എന്റെ അമ്മായിയമ്മ. എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നറിയാവും? എന്നോട് വഴക്കുണ്ടാക്കത്തില്ല, എന്നെ ഒന്ന് തല്ലത്തില്ല, എന്തിനേറെ പറയുന്നു എന്റെ മുഖത്ത്
പോലും നോക്കും. അയ്യോ അത് എന്താ കാരണമെന്ന് അറിയാവോ? അവര് തളർവാദം പിടിച്ച് കിടപ്പാ. അതെ നിന്റെ പഞ്ചസാര. Thank you. അമ്മ ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. കണ്ടോ വനജെ, ഞാൻ സ്നേഹത്തോടെയിട്ട് ഒരു സാധനം പോലും ഈ അമ്മ കുടിക്കത്തില്ല. എന്താ അമ്മ ഇത്? അയ്യോ മരുമോള് സ്നേഹത്തോടെ ഒരു ഗ്ലാസ് ചായ കൊണ്ട് തന്നപ്പോ എന്താ അമ്മയ്ക്ക് കുടിച്ചാല്? മോളെ അത് സ്നേഹത്തോടല്ല, ഇവള് കള്ളിയാ. എന്നാ ഇവള് ഭയങ്കര. ഞാൻ സ്നേഹത്തോടെ അമ്മ തരുന്നത്, ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയോ? എന്താ അമ്മേ, ഒരു ഗ്ലാസ് ചായയല്ലേ, കുടിക്ക്. മരുമോള് തരുന്നതല്ലേ. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ കുടിക്കാം. കുടിക്ക്. ഓ ഇതൊക്കെ തൊണ്ടേന്ന് ഇറങ്ങി. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. ഞാൻ കുടിക്കും. രാവിലെ മുതൽ വൈകുന്നവരെ എന്നെ തെറിയും വിളിച്ച് നടന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ചായ കുടിക്കാൻ അമ്മയ്ക്ക് നാണുണ്ടോ അമ്മ? എനിക്ക് വേണ്ട നിന്റെ ഈ ചായ കൊണ്ടുപോ നീ. എനിക്ക് എന്തുമാത്രം സ്നേഹമുള്ളവരുണ്ടെന്ന് അറിയാമോ? ഞാൻ ഊണിലും ഉറക്കത്തിലും വരെ ഞാൻ ഇവിടെ സ്നേഹിച്ച് കഴിഞ്ഞു കൂടുക. ഇന്നലെ രാത്രി വരെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്നോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മരുമോളെ ഒന്ന് നന്നാക്കി തന്നാ മതി. എനിക്ക് കണ്ടോ എന്തൊരു സ്നേഹമാന്ന് നോക്ക്. ഇങ്ങനെ ഒരു അമ്മായിയമ്മയെ കിട്ടിയതിൽ നിങ്ങൾക്ക് പുണ്യം ചെയ്യണോ അറിയാമോ? അമ്മ ശരിക്കുവാണോ അമ്മ? അമ്മ അങ്ങനെ പറഞ്ഞോ? സോറി അമ്മ, ഞാൻ അമ്മയെ തെറ്റിദ്ധരിച്ചു. സോറി. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ അമ്മയോട് പറഞ്ഞേ? ഈ കുരിശ് എന്നോടല്ല പറയേണ്ടത്, കർത്താവിനോട് പോയി പറയാൻ പറഞ്ഞു. എന്തുവാ അമ്മ ഇത്? എന്തിനാ അവളെ എപ്പോഴും ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തത്? കുത്തി നോവിച്ചോ? നീ കണ്ട ഇവിടെ നടക്കുന്ന സംഭവമല്ലോ. ഇവളെ രാവിലെ 10 മണിയാവും എഴുന്നേക്കണമെന്നൊരു. എഴുന്നേറ്റാലോ എന്റെ മോൻ കൊണ്ട് ചായ കൊണ്ട് കൊടുക്കണം, എന്നാ മാത്രമേ അവൾ എഴുന്നേക്കത്തുള്ളൂ. അതും കഴിഞ്ഞിട്ട് നേരെ ടിവിയുടെ മുമ്പിൽ പോയി ഒരൊറ്റ ഇരിപ്പ. എന്നിട്ടോ ഉച്ചയാവുമ്പോ ബഗന്റെ കോപ്പ് ഒരുക്കി വെച്ച അത് അങ്ങോട്ട് വിഴുങ്ങും. വീട്ടിൽ ഒരു ജോലി ഈ വയ്യാത്ത ഞാൻ വേണം ഇവിടെ കംപ്ലീറ്റ് ജോലിയും ചെയ്ത് തീർക്കാൻ. അതെ ഇവിടുന്ന് ഒരു മോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട് കെട്ടിച്ച്. അവിടെ എങ്ങനെയാന്ന് ചോദിച്ചേ? അവിടെ എങ്ങനെയാ? എന്റെ കോകിലയുടെ കാര്യമാണോ? അയ്യോ എന്റെ പൊന്നു മോളെ, സ്വർഗം അയ്യോ സുഹൃതം ചെയ്ത ഒരു കുടുംബം അറിയാവോ? അവള് രാവിലെ 10 മണിക്ക് എഴുന്നേറ്റാ പോലും അവിടെ അമ്മായിയമ്മ പറയും ഇപ്പൊ എഴുന്നേക്കണ്ട, 1 മണിക്കൂറോടെ പോയി കിടന്നുറങ്ങി. അങ്ങനെ പറയുന്ന ഒരു അമ്മായിയമ്മ. അതും വരാതെ എൻ്റെ ഒരുമോൻ അവനില്ലേ, അവൻ ചായ കൊണ്ട് കൊടുക്കണം. ഇതും കഴിഞ്ഞ് ടിവിയുടെ മുമ്പിൽ പോയി അവൾ ഇരുന്ന അമ്മായിയമ്മ കയ്യുടെ വെള്ളയിലാ ഓരോ സാധനം കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാ വളർത്തുന്നത്. അതൊക്കെ ശരി. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അതൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഇവളും ചെയ്യുന്നത്? പിന്നെ ഇവളെ എന്നാത്തിനാ കുറ്റം പറഞ്ഞത്? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ തമ്മിൽ ഒരൈക്യവും ഇല്ല. ഈ അമ്മായിയമ്മയ്ക്കും കുഴപ്പമാണ്, മരുമക്കും കുഴപ്പമാണ്. അതൊക്കെ നമ്മുടെ മേനോൻ സാറിന്റെ വീട്ടിൽ ചെല്ലണം. നമുക്ക് കൂത്തി വരും അറിയാമോ? അവിടുത്തെ പഞ്ചസാരയും കൂടെ പോയി. അതെ ഞാൻ അമ്മയോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ആരെങ്കിലും വന്ന് കയറുമ്പോ അവരുടെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കരുതെന്ന്. നിന്നെ എന്തോ കൊച്ചാക്കി? അമ്മ എനിക്കൊരു വൃത്തിയിട്ട മോൻ കൂടെ ഉണ്ടേ. അയ്യോ എന്റെ ഭഗവാനെ, ഇനിയൊരു മുഖമുണ്ടോ? അത് ഞാൻ കാണണോ? അമ്മയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്കറിയോ ആരൊക്കെ ഇരിക്കുന്നു? ടിനിക്കറിയോ? ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കിടന്ന് മുരടിച്ചു പോകേണ്ട ഒരാളല്ല. എന്റെ അച്ഛൻ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പഠിപ്പിച്ചെന്നറിയോ? മോഹിനിയാട്ടം, കഥകളി, ഭരതനാട്യം എല്ലാം പഠിപ്പിച്ച് എന്റെ ടിനി ഇത് കൊണ്ടുവന്ന് എന്റെ മരുമോന്റെ നെഞ്ചത്താ അവൾ അരങ്ങേറ്റം കഴിച്ചത്. ഞാൻ അമ്മായിയമ്മയും മരുമോളും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഐക്യത്തോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കഴിയേണ്ട രണ്ട് കൂട്ടുകാരാണ് കൂട്ടുകാർ. അവര് എൻ്റെ അമ്മായിയമ്മയുടെ മുഖത്ത് ഞാനൊന്ന് നോക്കിയിട്ട് പോലും ഇല്ല. ഈ കറുത്തതാണോ വെളുത്തതാണോ എൻ്റെ അമ്മായിയമ്മയുടെ മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ നോക്കും? സ്ത്രീധനത്തിന് കേട്ടോളം കല്യാണത്തിന് സ്ത്രീധനത്തിന് സ്വർണ്ണാന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്ത മുക്ക് കൊണ്ട്. അപ്പൊ അമ്മായിമ്മയുടെ പോയിട്ട് വീട്ടുകാരുടെ ആരുടെ എന്റെ ദൈവമേ, ഇത് വേറെ തിരിച്ചോ? ആകപ്പാടെ ഒരു പവന്റെ ഒരു മുക്കുമണ്ടം കൊണ്ടായി ഇവിടെ എന്റെ വീട്ടിൽ കയറുന്നത്. എവിടെ ഉടുത്തടി? എവിടെ ഉടുത്തി നീ 10 നീ മരം കയറി അലവിലാതി കുടുംബം എന്റെ മോനെ ചതിക്കാൻ വേണ്ടി എന്റെ
എന്താടാ കുറെ നേരമായാലും തുടങ്ങിയിട്ട് ഇതെന്തോന്ന് ബഹളം ഇത് കലബലാന്ന് മനുഷ്യന് മനസ്സമാനം തരൂലല്ലേ. എന്താ ഞാൻ ഒരു കാര്യം പറയാം. ആ. ഇനി ഇവിടെ ഇതുപോലെ സംഭവിക്കാമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോവോ? എടാ ഇത് എന്റെ വീട്, എന്റെ മരുമോള്, എന്റെ മോന്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ കിടന്ന് വല്ലതും പറയും. അതിന് നീ ആരാ ചോദിക്കാൻ? ഇത് ഉപ്പും മുളകും അല്ലേ? എടാ, ഞങ്ങള് രണ്ടുപേരെയും ഞാൻ പറയട്ടെ ചാനൽ മാറി കയറിയതാണ്. അല്ല ഞാൻ പോവാം. ഞാൻ ഒരുപാട് നാളുകൊണ്ട് വാങ്ങി വെച്ചൊക്കെയാണ്. നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾ കാണുമ്പോ കടിപടി കൂടുന്നത് ഇത് നാണക്കേടാണ്. ഓ, നിയമസഭയിൽ കണ്ട മന്ത്രിമാരും MLA-മാരും കിടന്ന് തല്ലു കൊടുത്തതിന് ഒരു നാണക്കേടില്ല. പാവം ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ വീട്ടുകാര്യങ്ങൾ പറയുന്നതിനാണോടാ എത്ര വലിയ കാര്യം? ആടാ നീ എവിടെ ഇറങ്ങി വരുന്നു? കൊടാടുത്ത എന്താ നീ എന്താ ഇവനും വട്ടാണോ? ഞാൻ പറയാം. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കാര്യങ്ങള് സോൾവ് ചെയ്യട്ടാ. എന്താ നിങ്ങളെ കാര്യങ്ങള് ഞങ്ങളുടെ കാര്യങ്ങള് സോൾവ് ചെയ്ത് തരട്ടാ. സോൾവ് ചെയ്ത് തീർക്കാൻ നീ എന്റെ കുടുംബത്തിൽ കയറി വന്ന് എന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ. അല്ല, അയാൾ സോൾവ് ചെയ്താൽ എന്താ പ്രശ്നം? എന്താ അയാൾ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്താൽ എന്താ പ്രശ്നം? നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്തിനടി വേറൊരുത്തൻ? എന്റെ വീട്ടിൽ എന്റെ മോനുണ്ട് ഇവിടെ. മോനില്ലല്ലോ ഇവിടെ. ഇപ്പൊ തൽക്കാലം നമുക്ക് അയാൾ ഇപ്പൊ ഒരു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞോട്. എന്താ പറഞ്ഞത്? എന്താ സോൾവ് ചെയ്യാൻ? ഇവിടെ ഇപ്പൊ ഒന്നും സോൾവ് ചെയ്യാനില്ല. ഒരു അന്യ പുരുഷൻ കയറി എന്റെ വീട്ടിൽ സോൾവ് ചെയ്യാൻ ഒന്നുമില്ല. അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ അവന്റെ കൂടെ പോ. നിനക്കല്ലേ സോൾവ് ചെയ്യാൻ അത്യാവശ്യം? പോയി സോൾവ് ചെയ്യടി. അല്ല, സോൾവ് ചെയ്യാൻ പറഞ്ഞ അമ്മ ഇതിന് എന്റെ മെക്കിട്ട് കയറുന്നേ. കാര്യം പറഞ്ഞു സോൾവ് ഞങ്ങളോട് നിർത്താൻ പറയാൻ നീ ആരാ? നാട്ടുകാർ പറയണത് അവസരവാദികളെന്ന് പരസ്പരം ഞങ്ങളെ തെറ്റിക്കാൻ ആർക്കും കഴിയില്ല. കൂടുതൽ കൂടുതൽ വളയരുത്. ചാച്ചി വിളിച്ചോണ്ട് പോ. പോണണ്ട. കണ്ടല്ലേ, എനിക്ക് ഈ കല്യാണം കഴിക്കാത്ത കേരളത്തിലെ ചെറുപ്പക്കാരോട് ഒന്നേ പറയാവുള്ളൂ. നിങ്ങൾ കല്യാണം കഴിക്കണതിന് മുമ്പ് ജാതകം നോക്കുമല്ലേ? പെണ്ണിന്റെ ചെറുക്കൻ്റെ നോക്കല്ലേ? പെണ്ണിന്റെ ജാതകവും ചെറുക്കൻ്റെ അമ്മയുടെ ജാതകവും ചേരണം നോക്കണം ആദ്യം, എന്നിട്ട് വേണം കെട്ടാൻ. Kitex Flowers TV Awards